എൻ്റെ നാട്ടിലാണ് ഗാന്ധി ഭവൻ ഇരിക്കുന്നത്. ഗാന്ധി ഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട ആരാരുമില്ലാത്ത രോഗികളായി കിടക്കുന്നവർ, ആരാരുമില്ലാത്ത മക്കളെ ഒഴിവാക്കിയ മാതാപിതാക്കൾ താമസിക്കുന്ന സ്ഥലമാണ് ഗാന്ധി ഭവൻ. 2-3 ദിവസം മുമ്പ് ഒരു സിനിമാ താരം, വലിയ പൈസയൊക്കെ മേടിക്കുന്ന സിനിമാ നടനാ, അദ്ദേഹം പറഞ്ഞ ഒരു ചത പറയുക, അല്ല കരയയാള് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച ഒരു നടിയുടെ അവസ്ഥയെക്കുറിച്ച് അവർ പറയും. ഭർത്താവ് ഇവിടെയുള്ളത്. അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് പറയുകയാണ്, എനിക്കുണ്ട് മക്കളൊക്കെ, അവരൊക്കെ എനിക്ക് ആരുമില്ല, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവർ, എത്രയോ മാതാപിതാക്കൾ, ഞാൻ പോയിട്ടുണ്ട് അവിടെ, വല്ലാത്ത അവസ്ഥയാണോ. പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. പടച്ചവനെ, എത്രയോ പേര് ആരാരുമില്ലാതെ മക്കൾ ഉപേക്ഷിച്ച് കളഞ്ഞു. കോടിക്കണക്കിന് പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്, മാതാപിതാക്കളെ നോക്കാൻ സമയമില്ലാതെ കൊണ്ട് ഈ അടുത്തൊരു വീഡിയോ കണ്ടു, കൊണ്ട് റോഡിൽ ഉപേക്ഷിക്കുന്നു. അമ്മയെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോകുക, പ്രായമുള്ള അമ്മയെ. അടുത്താണ് സ്വന്തം അമ്മയെ അച്ഛനെ തല്ലുന്ന ഒരു മകൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിതൊക്കെ മനസ്സിലാക്കണം. ഈ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുമോ എന്നറിയില്ല. പക്ഷേ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചാൽ, എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, ഒരിക്കലും നബിതങ്ങൾ നമ്മളെ മറക്കൂല. അള്ളാന്റെ റസൂല് നമ്മളെ കൈവിടൂല. അതിന് ഏറ്റവും വലിയ തെളിവെന്താ? തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സഹാബിയുണ്ട്. ഈ സഹാബിയെ പള്ളിയിൽ നിസ്കരിക്കാൻ കാണാതെ വന്നപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു, എവിടെ എൻ്റെ തൽഹ? ഇവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ കാണാതെ വരുമ്പോ പള്ളിയിലെ ഖതീബ് തിരക്കിയാൽ എത്ര വലിയ സന്തോഷമാ. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, തൽഹത്ത് ബിൻ ബറാഇനെ കാണുന്നില്ലല്ലോ, എവിടെ? സഹാബത്ത് പറഞ്ഞു, നബിയെ, ഒരു വലിയ രോഗം പിടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിൽ, മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ നബിയെ. അള്ളാന്റെ റസൂല് രോഗമാണെന്ന് കേട്ടപ്പോ കാണാൻ പോയി പെങ്ങളെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന തന്നെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനെ കാണാൻ പോയി. കിലോമീറ്ററുകൾ സഞ്ചരിച്ചു. നബിതങ്ങൾ ചെല്ലുമ്പോ ആ ചെറുപ്പക്കാരന് രോഗം കൂടിക്കഴിഞ്ഞാൽ ബോധം നഷ്ടപ്പെട്ടു പോകും, ബോധമില്ലാതെ കിടക്കുകയാ. നബിതങ്ങൾ അടുത്തുപോയി ഒരുപാട് നേരം ഇരുന്നു. കുടുംബക്കാർ പറഞ്ഞു, നബിയെ, ബോധം വരാൻ ഒരുപാട് സമയമെടുക്കും നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്തു. തൽഹത്ത് ബിൻ ബറാഇന്റെ ചാരത്തിരുന്ന് ദുആ ചെയ്തു. എന്നിട്ട് നബിതങ്ങൾ കുടുംബക്കാരോട് പറഞ്ഞു, എൻ്റെ തൽഹ മരിച്ചാൽ എന്നോട് പറയണേ. റസൂലുള്ളാഹി തങ്ങൾ അങ്ങോട്ട് പറയും, എൻ്റെ തൽഹ മരിച്ചാൽ എന്നോട് പറയണേ. നബിതങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. തൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു തആല അൻഹുവിന് ബോധം വന്നപ്പോൾ കുടുംബക്കാർ പറഞ്ഞു, തൽഹ, നിന്നെ കാണാൻ മുത്തുനബി വന്നു, ഒരുപാട് നേരം നിന്റെ ചാരത്തിരുന്നു, നിനക്ക് വേണ്ടി ദുആ ചെയ്തു തൽഹ, നിനക്ക് വേണ്ടി ദുആ ചെയ്തു. തൽഹത്ത് ബിൻ ബറാ ചോദിച്ചു, റസൂലുള്ളാഹി തങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? മുത്തുനബി എന്തെങ്കിലും പറഞ്ഞോ? അവിടെ നിന്ന് പറഞ്ഞു, തൽഹ, നീ മരിച്ചാൽ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാ പോയേ, നീ മരണപ്പെട്ടു പോയാൽ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാ പോയേ. തൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയണം, രാത്രിയിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയരുത്. ഞാൻ പകലും മരിക്കുകയാണെങ്കിൽ നിങ്ങൾ മുത്തുനബിയോട് പറഞ്ഞോ, രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ പറയരുത്. എല്ലാവരും ചോദിച്ചു, തൽഹ, ഏതൊരു മനുഷ്യനും കൊതിക്കൂലേ തൽഹ മുത്തുനബി വരാൻ, നിസ്കരിക്കാൻ, ദുആ ചെയ്യാൻ? ആരും കൊതിക്കുമല്ലോ, നീ എന്തേ വേണ്ടെന്ന് പറയുന്നേ? തൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു തആല പറയുന്നു, എനിക്കറിയാം മുത്തുനബി വരുമെന്ന്. റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നെ അത്രത്തോളം ഇഷ്ടമാണ് നബിതങ്ങൾക്ക്. ഞാൻ നബിതങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ ഏത് രാത്രിയിലാണെങ്കിലും നബിതങ്ങൾ എന്നെ കാണാൻ വരും. എന്തെങ്കിലും പ്രയാസമുണ്ടായാലോ നബിതങ്ങൾക്ക് പകല് കുഴപ്പമില്ല, രാത്രിയിലാണ് വരുന്നതെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. വേണ്ട, തൽഹത്ത് ബിൻ ബറാ രാത്രിയിലാണ് മരിച്ചത്, അറിയിച്ചില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബക്കാരെ കണ്ടപ്പോൾ ചോദിച്ചു, തൽഹയ്ക്ക് എങ്ങനെയുണ്ടെന്ന്? മരിച്ചുപോയി നബിയെ, മരിച്ചുപോയി നബിയെ. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല? എന്തേ മരിച്ചിട്ട് നിങ്ങൾ പറയാഞ്ഞേ? ഞാൻ പറയണമെന്ന് പറഞ്ഞല്ലേ? അപ്പോഴാണ് സ്വഹാബത്ത് കുടുംബക്കാർ പറഞ്ഞു, നബി, അവസാനത്തെ വസിയത്ത് പറയരുതെന്നായിരുന്നു നബിയെ. നിങ്ങൾക്ക് വല്ല പ്രയാസം ഉണ്ടാകുമെന്ന് ആ ചെറുപ്പക്കാരന് വല്ലാത്ത പേടിയായിരുന്നു. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഖബർ എവിടാ? ഖബർ എവിടാ? സ്വന്തം വാപ്പയുടെ ഖബറിൽ പോകാത്ത മക്കളുടെ കാലവേ. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, എവിടെ എൻ്റെ തൽഹയുടെ ഖബർ എവിടെ? സഹാബത്ത് കുടുംബക്കാർ കാണിച്ചു കൊടുത്തു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിൻ്റെ ചാരത്ത് പോയി.
രണ്ട് കൈയും അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്തു. പെങ്ങളെ, വല്ലാത്ത ഒരു ദുആ, വേറെ ഒരാൾക്കും കിട്ടാത്ത ദുആ. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മൽ ഖതൽഹത്ത് ബിനു ബറാഅ് വ അൻത യൽഹഖു ഇലൈഹി വ യൽഹഖു ഇലൈക. അല്ലാഹുവേ, നാളെ ഖബറിനകത്ത് നിന്ന് എൻ്റെ തൽഹ നിൻ്റെ മുമ്പിൽ വരുമ്പോൾ നീ ചിരിക്കണേ അല്ലാഹ്. എൻ്റെ തൽഹ നാളെ നിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും പേടിച്ചു വിറച്ചു വരുന്ന ദിവസം അല്ലാഹ് നീ ചിരിക്കണം പടച്ചവനെ. നീ ചിരിക്കുന്ന മുഖത്തോടെ വേണം എൻ്റെ തൽഹയെ സ്വീകരിക്കാൻ. എൻ്റെ തൽഹയെ നീ കരയിപ്പിക്കല്ലേ അല്ലാഹ്. എൻ്റെ തൽഹയുടെ മുഖത്ത് നീ ചിരി കൊടുക്കണേ അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങളുടെ ദുആ കേട്ടിട്ട് സ്വഹാബത്ത് പോലും കരഞ്ഞുപോയിടോ. ഇതാണിടോ സ്നേഹം. റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടം കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇഖ്തർതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി, എൻ്റെ ആ ഒരു ദുആ ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ആരും മറന്നാലും അള്ളാഹുവിൻ്റെ പ്രവാചകം നമ്മളെ മറക്കൂല. നാളെ നമ്മുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആ പ്രവാചകനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിറച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അൽഹംദുലില്ലാ, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ ഈ നല്ല മജ്ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ഇനിയും ഒരുപാട് അടുക്കേണ്ടതുണ്ട്. നമ്മൾ പറയുന്ന നമ്മളെല്ലാം പൂർത്തിയായതുപോലെ ഒരിക്കലുമല്ല. നമ്മൾ പറയും, നമ്മൾ സ്വലാത്ത് പറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് ഒന്നുമല്ല സഹോദര സഹോദരി. നമ്മുടെ ജീവിതത്തിൽ ഇനിയും മാറ്റം വരണം. നമ്മളൊരു വല്ലാത്ത ബന്ധമുണ്ടാക്കിയെടുക്കണം. ഒരു വല്ലാത്ത ബന്ധം. ഒരു സ്വലാത്ത് പറയുമ്പോൾ, ഒരു സലാം പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു അനുഭൂതി, വല്ലാത്ത സമാധാനം കിട്ടുന്ന ഒരു അനുഭൂതി. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന രീതിയിൽ നമ്മൾ സ്വലാത്ത് കൊണ്ട്, സലാമുകൾ കൊണ്ട്, അൽഹംദുലില്ലാഹ് ഖതമുൽ ഖുർആനുകൾ കൊണ്ട് ആ മദീനയുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുത്താൽ ഉറപ്പായിട്ടും നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഈ ഗ്രൂപ്പിൽ ആരെല്ലാം പടച്ചവനെ മരണപ്പെട്ടു പോയവരുണ്ടോ അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ പടച്ചവനെ. അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. പലരും രോഗികളാണ്, നീ ശിഫ നൽകണേ പടച്ചവനെ. ആരെല്ലാം ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ടോ അള്ളാഹു നീ അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ്, ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, പലരും രോഗികളായി കഴിയുന്നവരുണ്ട്. നിങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഈ വന്നിരിക്കുന്നവരോട് എനിക്ക് പറയാൻ കഴിയുന്നത്, ആ പാവപ്പെട്ട സഹോദരിയെ നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ പറയുന്നത് ഉംറയോ ഹജ്ജോ അല്ല സഹോദര. എൻ്റെ സഹോദരിമാരോട് പറയുന്നു, ഉംറയും ഹജ്ജുമല്ല. നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രതിഫലം എത്രയോ വലുതാ. നിങ്ങൾ ആലോചിക്കുക, വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ജീവിതം ആഗ്രഹിക്കുന്നു. ആ കുട്ടി ചെയ്യുന്ന ഒരു ദുആയോളം വലുപ്പമുള്ളത് വേറെ എന്താ ലോകത്ത് വേറെ കിട്ടുക? ആ ഒരു കുട്ടിയുടെ ദുആ, എടോ ആയുസ് വർദ്ധിക്കുമെടോ, ആയുസ് വർദ്ധിക്കും. പാവപ്പെട്ട യതീമായ മക്കളെ സഹായിക്കുന്നതിലൂടെ, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലൂടെ നമ്മുടെ ആയുസ് വർദ്ധിക്കും. മോശമായ മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അതിന് ഏറ്റവും വലിയ തെളിവെന്താ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആലയുടെ ചരിത്രം അതിന് ഏറ്റവും വലിയ തെളിവ്. വലിയ സമ്പന്നന, നബിതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുള്ള സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ. ഒരിക്കൽ നബിതങ്ങളുടെ മുമ്പിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ നാളെ യാത്ര പോവുകയാണ്. ഓക്കെ, നബിതങ്ങൾ പറഞ്ഞു, ഓക്കെ രാവിലെ യാത്ര പോവാന്ന് പറഞ്ഞു, പോയി ഇരിക്കാൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മുമ്പിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, നാളെ പോകുമ്പോൾ നല്ലതുപോലെ യാത്രയാക്കിക്കോ, ഇനി തിരിച്ചു വരൂല. അവസ്ഥയുള്ള സഹാബിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ആ സഹാബി ജീവനോടെ കയറി വരുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ജീവനോടെ തിരിച്ചു വരാൻ നബിതങ്ങളുടെ മുമ്പിൽ സലാം പറഞ്ഞിട്ട് നബിതങ്ങൾ അൽഹംദുലില്ലാഹ് വല്ലാത്ത അത്ഭുതം. നബിതങ്ങൾ വല്ലാത്ത സന്തോഷം, പടച്ചവനെ കെട്ടിപ്പിടിച്ചു, സലാം അടക്കി. നബിതങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, അല്ലാഹ്, ജിബ്രീലല്ലേ പറഞ്ഞത് ഈ ചങ്ങാതി മരിക്കൂന്ന്? ജിബ്രീലല്ലേ വന്ന് പറഞ്ഞത് ഈ സഹാബിനി മടങ്ങി വരില്ല, ഈ പോകണ പോക്ക് അവസാനത്തെ പോക്കാണെന്ന്? എന്തേ സംഭവിച്ചത്? അപ്പോഴാണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, ഈ സ്വഹാബത്തും എല്ലാവരും ഇങ്ങനെ പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വല്ലാത്ത ക്ഷീണമായി, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, വല്ലാത്ത ക്ഷീണം. ഇങ്ങനെ എല്ലാവരും ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു ചെറിയ വീട് കണ്ടു. ആ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, ഇത്തിരി ഭക്ഷണം വെക്കാനുള്ള സൗകര്യം ചെയ്തു തരുമോ? ഒരു പ്രായമുള്ള ഉമ്മാനെ കണ്ടു. ആ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ, ഞങ്ങൾക്ക് ഇത്തിരി ഭക്ഷണം വെക്കാൻ, ഞങ്ങൾ നബിതങ്ങളുടെ സഹാബത്താ,
ഒന്ന് ഭക്ഷണം വെക്കാൻ സഹായിക്കോ, നിങ്ങൾക്ക് എല്ലാവരും ക്ഷീണിതനാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മ പറഞ്ഞു, വീടിൻ്റെ അകത്ത് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം വെച്ച് തരാം, നിങ്ങൾ പോയി സമാധാനത്തോടെ കിടക്ക്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവർക്കും സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ സ്വഹാബത്ത് മുഴുവനും കഴിക്കാനിരിക്കുമ്പോൾ സഹാബികൾ പറഞ്ഞു, ആ ഉമ്മായിക്ക് ഇത്രയും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂല. ആ ഉമ്മ പ്രായമല്ലേ, ഈ പ്രായം ചെന്ന ഉമ്മയ്ക്ക് എന്തായാലും ഇത്രയും ഭക്ഷണം ഒറ്റയ്ക്ക് വെച്ച് തരാൻ കഴിയില്ല. ആ വീടിൻ്റെ അകത്ത് വേറെ ആരോ ഉണ്ട്. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ വീടിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ചോദിച്ചു, ഉമ്മ, നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കൊരിക്കലും ഈ ഭക്ഷണം ഒറ്റയ്ക്ക് വെക്കാൻ കഴിയില്ല. അപ്പോഴാണ് ആ മാതാവ് പറയുന്നു, ഞാനല്ലാതെ 2 പെൺകുട്ടികൾ ഈ വീടിൻ്റെ അകത്തുണ്ട്. എനിക്ക് 2 പെൺമക്കളുണ്ട്. യതീമാണ് ആ മക്കൾ, വിവാഹപ്രായം കഴിഞ്ഞവരാണ്. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഞങ്ങൾ പാവപ്പെട്ടവരാണ്. എൻ്റെ മക്കളാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബത്തിനു ഭക്ഷണം വെച്ചു കൊടുത്തതിൻ്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും അള്ളാഹു ഞങ്ങൾക്കൊരു നല്ല ജീവിതം തന്നാലോ. എൻ്റെ മക്കളാണ് ഭക്ഷണം വെച്ച് തന്നതെന്ന് പറയുമ്പോൾ സ്വഹാബിയുടെ കണ്ണ് നിറയുകയാണ്. വിവാഹപ്രായമെത്തിയ യതീമായ 2 പെൺമക്കൾ വീടിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ആ സ്വഹാബി വിളിച്ചു ചോദിക്കുന്നു, സ്വഹാബാ, നിങ്ങളിൽ ആരായി പെൺകുട്ടികൾക്കൊരു ജീവിതം കൊടുക്കുന്നത്? ഈ മക്കളെ ആരാണ് വിവാഹം കഴിക്കുന്നത്? ആ വിവാഹം കഴിക്കുന്നവർക്ക് ചോദിക്കുന്ന സമ്പത്ത് ഞാൻ തരാം. ഈ മക്കൾക്കാരാണോ ഒരു ജീവിതം കൊടുക്കുന്നത്, ആ കൊടുക്കുന്നവർക്ക് ചോദിക്കുന്നത് ഞാൻ തരാ. അല്ലാഹുവേ, 2 സ്വഹാബികൾ അവിടെ നിന്ന് തയ്യാറായി. പെൺകുട്ടികളുടെ വിവാഹം നടക്കുകയാണ്. അപ്പോഴാണ് ഖാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കിയെ സ്വഹാബിയുടെ റൂഹ് പിടിക്കാൻ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ ആ യതീമായ മക്കള് നിസ്കാര പായിലിരുന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ്, ആരാരുമില്ലാത്ത ഞങ്ങൾക്ക് ഒരു ജീവിതമുണ്ടാക്കി തന്ന ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ആ യതീമായ മക്കള് നിസ്കാര പായിലിരുന്നിട്ട് ദുആ ചെയ്തപ്പോ ആ യതീമായ മക്കള് നിസ്കാര പായിലിരുന്നിട്ട്, റബ്ബേ, ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ആ ദുആ തട്ടാൻ പറ്റിയില്ല പെങ്ങള്. അല്ലാഹു വിളിക്കുന്നു, അസ്റായീല്, റൂഹ് പിടിക്കാതെ മടങ്ങിക്കോ അസ്റായീൽ. അങ്ങനെയാണ് ആ സ്വഹാബിക്ക് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തതെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, അല്ലാഹുവേ, നിങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരിയുടെ കണ്ണുനീരപ്പാർ ആരോടും പരാതിയില്ല, പരിഭവമില്ല. എല്ലാ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന പൊന്നുമോൾ, ആ മകളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങളല്ലേ കൂടെ നിൽക്കേണ്ടത്, നിങ്ങളല്ലേ ആ പൊന്നുമോളുടെ കൂടെ പിറപ്പുകള്, നിങ്ങളല്ലേ ആ പാവപ്പെട്ടവരുടെ കൂട്ടുകാര്, നിങ്ങളല്ലേ സഹായിക്കേണ്ടത്. അർഹമുറഹീമായ അല്ലാഹ്, ആ പൊന്നുമോൾ ആരാണെന്ന് എനിക്കറിയില്ല പടച്ചവനെ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാഹ്, സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാഹ്, ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്, ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആരെല്ലാം ആ പൊന്നുമോൾക്ക് വേണ്ടി സഹായം കൊടുക്കുന്നുണ്ടോ അവരെ നീ കൈവിടല്ലേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ കടന്നു പിടയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കാണിച്ചു കൊടുക്കണം, ആ പാവപ്പെട്ട പൊന്നുമകളെ സഹായിച്ചതിന് പടച്ച റബ്ബ് തരുന്ന പ്രതിഫലമാ. കണ്ടോ, വഅബ്സിറൂ ബിൽ ജന്ന,
സ്വർഗം കാണിച്ചു തരുമ്പോ അത് കണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് ഈമാനോടുകൂടി മരിക്കുന്നവരും ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ആ പൊന്നുമോളെ നിങ്ങളെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല. മരിക്കുന്ന സമയത്ത് മലക്കുകൾ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും. ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം, ഇത് കണ്ടിട്ട് മരിക്ക്. ആ സ്വർഗം കണ്ടതിൻ്റെ പ്രകാശമാണ് മരിച്ചു കിടക്കുന്നവരുടെ മുഖത്ത്. മരിച്ച ആൾക്കാരുടെ മുഖത്ത് വെളുപ്പല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ നല്ല മരണം കിട്ടിയവരുടെ മുഖത്ത് നോക്കിയാൽ വെളുപ്പല്ലാത്ത ഒരു നിറമാടോ, ഒരു വല്ലാതെ സൂര്യൻ ഉദിക്കുന്ന സമയത്തുള്ള ഒരു വെളിച്ചം, അസ്തമിക്കുന്ന സമയത്തുണ്ടാകുന്ന ചുമപ്പാണോ വെളുപ്പാണോ എന്നറിയാത്ത ഒരു വല്ലാത്ത പ്രകാശമാണ്. ആ പ്രകാശം ഏതാ? അത് സ്വർഗം കാണുമ്പോൾ ആ സ്വർഗത്തിൽ നിന്നടിക്കുന്ന വെളിച്ചമാ. അള്ളാഹു നമ്മുടെ മുഖത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ മുഖത്ത് നൽകുമാറാകട്ടെ. അപ്പം മരണവേദന എന്തായിരിക്കും? എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു നമ്മുടെ മരണം എളുപ്പമാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആഗ്രഹമാണല്ലോ. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അസ്റായിൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാണ്. മുത്തുനബിയുടെ മുമ്പിലേക്ക് അസ്റായിൽ എന്ന മലക്ക് വന്ന് സലാം പറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കുന്നു, എന്തേ അസ്റായില്, എന്തേ അസ്റായില്? യാ റസൂലല്ലാഹ്, എനിക്കങ്ങയെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, അങ്ങയെ ഇഷ്ടപ്പെടുന്നവരെയും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരോട് എനിക്ക് വല്ലാത്ത സ്നേഹമാ. പറയുന്നത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക പറയുന്നത്, നബിതങ്ങളെ ഇഷ്ടപ്പെടുന്നവര്, നബിതങ്ങളെ സ്നേഹിക്കുന്നവര്, നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്നവര് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, എനിക്ക് അവനോട് വല്ലാത്ത സ്നേഹമാ നബിയേ. അതുകൊണ്ട് ഞാൻ അവൻ്റെ റൂഹ് പിടിക്കാൻ പോകുമ്പോ ഞാൻ ഇഷ്ടപ്പെടുന്നവനാണല്ലോ, അതുകൊണ്ട് ഞാൻ അവനോട് കരുണ കാണിക്കും നബിയേ. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് മുടങ്ങാതെ പറയുന്ന ഉമ്മമാരെ, നിന്റെ മരണം എങ്ങനെയാണെന്നറിയുമോ പെങ്ങളെ? മരണത്തിന് വല്ലാത്ത വേദനയാ മോള്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പോലും അവിടെ നിന്ന് കരഞ്ഞില്ലേ? ആയിഷ, ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വേദനയാണെന്ന് നബിതങ്ങൾ പോലും പറഞ്ഞില്ലേ? വേദന സഹിക്കാൻ കഴിയാതെ വെള്ളം കോരിയിട്ട് നബിതങ്ങൾ മുഖത്തൊഴിച്ചില്ലേ? എഴുന്നേക്കുകയും കടക്കുകയും ചെയ്തില്ലേ? ആ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്ന ഉമ്മ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അന അഖ്ബിലു റൂഹഹു കമാ അഖ്ബിലുൽ അർവാഹുൽ അംബിയാ. പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ ആദം നബി അലൈഹിസ്സലാം മുതൽ ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും സക്കരിയ നബിയും യഹ്യാ നബിയും ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുണ്ടല്ലോ, ആ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ വേദന കുറച്ചു കൊടുക്കും നബിയേ. അവനെ ഞാൻ വേദനിപ്പിക്കില്ല നബിയേ. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ഒരു മനുഷ്യനുണ്ടല്ലോ, അവന്റെ റൂഹ് പിടിക്കുമ്പോ വേദനിപ്പിക്കത്തില്ല നബിയേ. പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവന്റെ റൂഹ് പിടിക്കും നബിയേ. അത് വല്ലാത്ത ഒരു പ്രതിഫലമാ പെങ്ങള്. അള്ളാഹു നിന്റെ മരണവേദന കുറച്ചു തരണേ എന്ന് ദുആ ചെയ്യുന്നവരാ നമ്മൾ. അല്ലാഹുവോട് ദുആ ചെയ്യും, പടച്ചവനെ എൻ്റെ മരണവേദന കുറച്ചു തരണേ എന്ന് ദുആ ചെയ്യുന്നവരല്ലേ. സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലമാണുമ്മ. മരണവേദന അള്ളാഹു കുറച്ചു തരുമമ്മ. അസ്റായില് കരുണ കാണിക്കും പെങ്ങള്. അത് സ്വലാത്ത് പറയുന്നതിലൂടെ നിനക്ക് റബ്ബ് തരുന്ന ഒരു പ്രതിഫലമാണ്. അള്ളാഹുവേ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അതാ മീകായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ.
മീകായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, എനിക്കും ഇഷ്ടമാണ് നബിയേ, സ്വലാത്ത് പറയുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, എനിക്ക് അവരോട് സ്നേഹമാണ് നബിയേ, എനിക്ക് അവരോട് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, അതുകൊണ്ട് ഞാൻ അവരെ മറക്കൂല. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യനെ ഞാൻ മറക്കൂല. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അന അസ്ഖീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്, ഹൗലുൽ കൗസറിന്റെ ചാരത്ത് കൊണ്ടുവരും നബിയേ. ഇന്നാ അഅതൈനാകൽ കൗസർ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കുടിച്ച ജീവിതത്തിൽ ഒരിക്കലും ദാഹമുണ്ടാകാത്ത ഹൗലുൽ കൗസറിലെ പാനീയമാ പെങ്ങളെ. സ്വലാത്ത് പറയുന്ന നിനക്ക് അല്ലാഹുവേ മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, ഹൗലുൽ കൗസർ നിന്നെ കുടിപ്പിക്കും പെങ്ങള്, നിന്നെ കൊണ്ടുപോകും പെങ്ങള്. നാളെ പരലോകത്ത് നിന്നെ ഹൗലുൽ കൗസറിന്റെ ചാരത്തേക്ക് മീകായിൽ എന്ന് പറയുന്ന മലക്ക് നിന്നെ കൊണ്ടുപോവുകയാണ്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഒന്ന് നല്ല മരണമാണ്, മരണവേദന കുറച്ചു കിട്ടുകയാണ്. രണ്ടാമത്തെ പ്രതിഫലം ഹൗലുൽ കൗസർ കുടിക്കാനുള്ള അവസരമാണ്. ഇനി മൂന്നാമത്തെ ഭാഗ്യം ഏതെന്നറിയുമോ? മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കും സ്നേഹമാണ് നബിയേ, എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, ഞാൻ അവരെ മറക്കൂല നബിയേ. എന്താണ് പ്രതിഫലമെന്നറിയുമോ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിലൂടുമ്പോ ഞാനും നിങ്ങളും എഴുന്നേറ്റ് കബറിനകത്ത് നിന്ന് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, അല്ലാഹുവിന്റെ കോടതിയിൽ ഉടുതുണിയില്ലാതെ എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ പെങ്ങളെ. ചെമ്പിന്റെ തറയിലാണ് മോളെ, ഈ ഫാനിന്റെ ചുവട്ടിലിരുന്നിട്ട് ശരീരം വിയർക്കുന്നില്ലേ, വല്ലാതെ ചൂടെടുക്കുന്നില്ലേ, മഴ പെയ്തിട്ട് പോലും ചൂടല്ലേ പെങ്ങളെ. എന്നാ നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് സിറാജിന്റെ ഒരു ചാണ് മുകളിലാ, എന്റെ തലയുടെ ഒരു ചാണ് മുകളില് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന അള്ളാന്റെ പരലോകമുണ്ടല്ലോ. ചെമ്പിന്റെ തറയിലാ നമ്മൾ നിൽക്കുന്നത്, വസ്ത്രം ധരിച്ചിട്ടില്ല, ഒരു ചാണ് മുകളിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാ പെങ്ങളെ. ഈ വിയർപ്പതുള്ളി സിറാജിന്റെ മുഖത്തുകൂടെ ഒഴുകുന്നല്ലോ, ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പതുള്ളി ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ, ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള, വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല ദങ്ങു ചെന്നാ കോള. വീട്ടില് ചോറ് വെക്കാറില്ലേ പെങ്ങളെ? കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചിട്ട് കലത്തിന്റെ മുകളിലൂടെ പുറത്തേക്ക് വരാറുണ്ടല്ലോ. ഇതുപോലെ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്സറാ. യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന ദിവസമാണ് മസ്സറാ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി. വാപ്പയ്ക്ക് നിന്നെ വേണ്ട, ഉമ്മ നിന്നെ കണ്ട പരിചയം കാണിക്കൂല, മക്കള് തിരിഞ്ഞു നോക്കൂല, ഒരാളും സഹായിക്കാത്ത ദിവസമാണ് മസ്സറാ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തെ കാണുമ്പോ നമ്മുടെ മക്കൾ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ എന്റെ വാപ്പയുടെ നന്മ എനിക്കതാ അല്ലാ.
എൻ്റെ വാപ്പയുടെ നന്മ എനിക്കതാ അല്ലാ, എൻ്റെ പാപം എൻ്റെ ഉപ്പാടെ തലയിൽ കെട്ടിവെച്ചോ, ഉപ്പാനെ നരകത്തിലേക്ക് വലിച്ചെറിയ്, എന്നെ എറിയല്ലേ അല്ലാ എന്ന് മക്കൾ പറയുന്ന ദിവസമാണ് മസ്സറ. 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച ഉമ്മ ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ പൊന്നുമോളുടെ കാലിനടിയിൽ പൊള്ളുകയാണ്, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ റബ്ബിനോട് പറയുന്നു, നാഥാ എൻ്റെ ഉമ്മാനെ ഒന്നും മലത്തിക്കടത്തി താ അല്ലാ, നെഞ്ചത്ത് കയറി നിൽക്കട്ടെ റബ്ബേ, കാല് പൊള്ളുന്നു റബ്ബേ, കാല് പൊള്ളുന്നു റബ്ബേ എന്ന് നാളെ പരലോകത്ത് സ്വന്തം മക്കൾ പറയുന്ന ദിവസമാണ് മസ്സറ. അന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ സ്വലാത്ത് പറഞ്ഞ ഉമ്മമാരെ, നമ്മൾ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കു സുജൂദിൽ കിടക്കുകയാ, അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുകയാ. എഴുന്നേക്ക് ഇസ്രാഫീല്, എഴുന്നേക്ക് ഇസ്രാഫീല്, എന്തിനാ നീ ഇവിടെ സുജൂദിൽ കിടക്കുന്നത്? അല്ലാഹുവേ എന്തിനാണ് കിടക്കുന്നതെന്നറിയുമോ? അനാഹിദം ബിയദിഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതാ ഇസ്രാഫീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ് അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫ റഅസി ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. ഈ നബിതങ്ങളെ ഇഷ്ടപ്പെട്ട സ്വലാത്ത് പറഞ്ഞ പെണ്ണുണ്ടല്ലോ, ഇവൾക്ക് പുറത്തു കൊടുക്കാതെ, ഇവൾക്ക് പുറത്തു കൊടുക്കാതെ ഞാൻ ഇവിടുന്ന് തല ഉയർത്തില്ല അല്ലാ. നമുക്ക് വേണ്ടി സുജൂദിൽ കിടക്കുമടോ, നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുകയാണ്. അല്ലാഹുവിനോട് പറയുന്നു, ഞാൻ എഴുന്നേക്കത്തില്ല പടച്ചവരെ, ഞാൻ ഇവിടെ നിന്ന് തല ഉയർത്തണമെങ്കിൽ ഈ സ്വലാത്ത് പറഞ്ഞ ഉമ്മയ്ക്ക് പുറത്തു കൊടുക്കണം തമ്പുരാന്, ഈ ഉമ്മാന് നീ സ്വർഗം കൊടുക്കണം തമ്പുരാന്. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത റബ്ബിന്റെ കോടതിയിൽ സ്വലാത്ത് പറഞ്ഞ ഒരു പെണ്ണിന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ സുജൂദിൽ കിടക്കുമെങ്കിൽ പെങ്ങളെ നിന്റെ പ്രതിഫലമൊന്ന് ചിന്തിക്കൂ. പെങ്ങളെ സ്വലാത്ത് പറയുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമൊന്ന് ചിന്തിക്കൂ. നാലാമതായി വരുന്ന മലക്കേതാ? മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ജിബ്രീൽ, നബിതങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ജിബ്രീൽ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തിന്റെ വേളയിൽ എനിക്കെന്റെ ജിബ്രീലിനെ കാണണമെന്ന് നബിതങ്ങൾ പറഞ്ഞല്ലോ. ആ ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ് ഞാനും മറക്കില്ല നബിയേ, ആരുമറിയാതെ സ്വലാത്ത് പറഞ്ഞ പെങ്ങളെ, ഉപ്പമാരെ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, ഒരു പെണ്ണിന്റെ മുടിയെടുത്തിട്ട് 7ആയിട്ട് കീറിയാൽ അതിലെ ഒരു കീറലിന്റെ വലിപ്പം ചിന്തിക്കുമെങ്ങള്. അതുപോലെ നേർമയുള്ള പാലമാണ് സിറാത്ത്. 70,000 കൊല്ലം കയറ്റമാണ്, 70,000 കൊല്ലം നിരപ്പാണ്, 70,000 കൊല്ലം ഇറക്കമാണ്. ആ ഭയാനകമായ നരകത്തിന്റെ മുകളിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പേടിച്ചു നിൽക്കുമ്പോ നരകത്തിന്റെ തീ വന്ന് വിഴുങ്ങുകയാണ്. പേടിച്ച് ആ നരകത്തിന്റെ മുകളിൽ കെട്ടിക്കിട്ടിരിക്കും സിറാത്തിന്റെ ചാരത്ത് പേടിച്ച് നിൽക്കുമ്പോ ജിബ്രീൽ ചോദിക്കുന്നു, മോനെ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ മക്കളെ എന്തിനാ പേടിക്കുന്നത്? അനാഹിദം ബിയദിഹി വയമുറു അലസ്സിറാത്ത്, കൈപിടിച്ച് കൊണ്ടുപോകും ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്നവര് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അവരുടെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഇതാണ് സ്വലാത്ത്
സ്വലാത്തിന്റെ പ്രതിഫലം. പെങ്ങളെ, ഇതാണ് സ്വലാത്തിന്റെ പ്രതിഫലം. പിന്നെ ദുനിയാവിൽ നിനക്ക് സമാധാനമാണ്, സന്തോഷമാണ്, രോഗശമനമാണ്, ബർക്കത്താണ്, നിനക്ക് അനുഗ്രഹമാണ്. സ്വലാത്ത് പറയുന്നതിലൂടെ നിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ്. വല്ലാത്ത സമാധാനമുള്ള ജീവിതം, രോഗങ്ങൾ മാറും പെങ്ങളെ. നബിതങ്ങളെ ഇഷ്ടപ്പെട്ടാൽ, നബിതങ്ങളുടെ മധു പറഞ്ഞാൽ, പടച്ചവനെ എത്രയോ രോഗം മാറിയ ചരിത്രമുണ്ടല്ലോ. അതാ ബുർദ എഴുതിയതിലൂടെ അതാ ചരിത്രം പഠിച്ചവരാണല്ലോ. എത്രയോ പേരുടെ പ്രയാസങ്ങൾ മാറിയല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതാ ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വ സല്ലിമൂ തസ്ലീമാ. സ്വലാത്തിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ആയത്ത് മാത്രം നോക്കിയാൽ മതി. അല്ല പറഞ്ഞു, ഞാൻ നിസ്കരിച്ചു, നിങ്ങൾ നിസ്കരിക്ക്. അല്ല പറഞ്ഞിട്ടുണ്ടാ, ഞാനും നിസ്കരിക്കാറുണ്ട്, എൻ്റെ മലക്കുകൾ നിസ്കരിക്കാറുണ്ട്, നിങ്ങൾ നിസ്കരിക്ക്. ഞാനും നോമ്പ് പിടിക്കാറുണ്ട്, എൻ്റെ മലക്കുകൾ നോമ്പ് പിടിക്കാറുണ്ട്, നിങ്ങൾ നോമ്പ് പിടിക്ക്. ഞാനും ഹജ്ജ് ചെയ്യാറുണ്ട്, എൻ്റെ മലക്കുകൾ ഹജ്ജ് ചെയ്യാറുണ്ട്, നിങ്ങൾ ഹജ്ജ് ചെയ്യ്. ഞാൻ സക്കാത്ത് കൊടുക്കാറുണ്ട്, മലക്കുകളും കൊടുക്കാറുണ്ട്, നിങ്ങളും കൊടുക്ക്. ഇല്ല, അള്ളാഹു പറഞ്ഞ ഒരേ ഒരു കാര്യം, ഞാൻ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുക? അള്ളാഹു മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറയില്ല, ചെയ്യുകയാ. അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നു. അള്ളാഹു ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്. ആയത്തിന്റെ അർത്ഥം പഠിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? റഹ്മത്ത് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, റഹ്മത്തുകൾ. മലക്കുകൾ നബിതങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മലക്കുകൾ നബിതങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറയുന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സ്വലാത്തുകളിലേക്ക് അടുക്ക്. സ്വലാത്തിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണം. സ്വലാത്തിലൂടെ നമുക്ക് സ്വലാത്തിലൂടെ മദീനയിലേക്ക് ചെല്ലണം. മദീനയിൽ നിന്ന് സിറാത്തിലൂടെ സ്വർഗത്തിൽ പോകാൻ കഴിയണം. ഒരു വല്ലാത്ത വഴി വെട്ടിയിടാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, സ്വലാത്തുകൾ നമുക്കൊരു ലഹരിയായി മാറട്ടെ. അൽഹംദുലില്ലാ, നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ, ഏതെല്ലാം രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയുമോ, ആ രീതിയിൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാ. മൗലിദ് പാരായണം, നബിതങ്ങളുടെ മദ്ഹുകൾ പാരായണം പറയേണ്ടവർ പറയും. അതൊന്നും നമ്മൾ കാര്യമാക്കരുത്. അവിടെ ഇവിടെ നിന്നൊക്കെ ഏതെങ്കിലും ക്ലിപ്പുകളൊക്കെ എടുത്തുകൊണ്ട് വരും. അതൊന്നും നമ്മൾ പരിഗണിക്കരുത്. അൽഹംദുലില്ലാ, നമ്മൾ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കുക, നല്ല കാര്യങ്ങൾ ജീവിക്കുക. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്ക് നബിതങ്ങൾ ആരാ, അള്ളാഹ് ആരാ, നബിതങ്ങൾ ആരാ, മക്കൾക്ക് പറഞ്ഞു കൊടുക്ക്. സ്വലാത്ത് പറയണം പെങ്ങളെ. ആ സ്വലാത്തിൻ്റെ പ്രതിഫലമാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് പറയൂലേ? അൽഹംദുലില്ലാ, എല്ലാ ദിവസവും ഒരു 10 പ്രാവശ്യം, എപ്പോഴെങ്കിലും രാവിലെയോ വൈകിട്ടോ ഉച്ചയ്ക്കോ എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടുമ്പോൾ ഒരു 10 സ്വലാത്ത് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 12:10 ഇൻഷാ അല്ലാഹ്. എൻ്റെ സമയം തീരാറായി ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അൽഹംദുലില്ലാ, സ്വലാത്ത് പറഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹു തരുന്ന ഒരു പ്രതിഫലം എന്താ? സ്വലാത്ത് പറയുന്നവർക്ക് അള്ളാഹു ദുനിയാവിൽ തരുന്ന ഒരു പ്രതിഫലം എന്താ? ഞാനൊരു ചരിത്രം വായിച്ചു. ഒരാൾ വാപ്പയും മകനും കൂടെ ഹജ്ജിന് പോവുകയാണ്. വാപ്പയും മകനും കൂടെ ഹജ്ജിന് പോയി. നാട്ടുകാരെല്ലാവരും ഹജ്ജിന് പോകുന്നവരുടെ കൂടെ വാപ്പയും മകനും കൂടെ ഹജ്ജിന് പോയി. പണ്ട് യാത്രയാണല്ലോ, ഇന്നത്തെ പോലെ ഫ്ലൈറ്റൊന്നും അല്ലല്ലോ. അങ്ങനെ യാത്ര ചെയ്തിങ്ങനെ പോയി ഒരു സ്ഥലത്തെത്തിയപ്പോൾ വാപ്പയ്ക്ക് സുഖമില്ലാതായി. തൻ്റെ വാപ്പയ്ക്ക് സുഖമില്ലാതായി. അപ്പോൾ ഈ കൂടെ പോയവരെല്ലാവരും സുഖമില്ലാതായത് കാരണം യാത്ര അവിടെ നിർത്തി. പക്ഷേ അങ്ങോട്ട് അസുഖം അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പൊക്കോ. ഓരോരുത്തരെ പറഞ്ഞു വിട്ടു, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അവസാനം വാപ്പയും മകനും ഒറ്റയ്ക്കായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജിന് പോയ ആ മനുഷ്യൻ അവിടെ വെച്ച് മരണപ്പെട്ടു കഴിഞ്ഞ് വാപ്പയുടെ മുഖത്തേക്ക് മകൻ നോക്കുമ്പോൾ വല്ലാത്ത സങ്കടം. പാപ്പയുടെ മുഖം മുഴുവനും കറുത്ത് കരിവാളിച്ചിരിക്കുന്നു. പാപ്പയുടെ മുഖമൊക്കെ വല്ലാതെ കറുത്തുപോയി. മകന് വല്ലാത്ത സങ്കടം. പടച്ചോനെ, എൻ്റെ ഉപ്പാൻ്റെ മയ്യത്ത് കാണുന്നവരെന്ത് വിചാരിക്കും അല്ലാ? എൻ്റെ ഉപ്പാടെ മയ്യത്ത് കാണുന്നവരെന്ത് വിചാരിക്കും പടച്ചോനെ? വാപ്പാടെ മുഖമൊക്കെ ഇങ്ങനെ കറുത്തുപോയി. മകന് വല്ലാത്ത സങ്കടമായി. വാപ്പ മരിച്ച സങ്കടം, അതിനേക്കാളും ഉപ്പാടെ മുഖത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അതിനേക്കാളും സങ്കടം. അങ്ങനെ ആ മകൻ
ഉപ്പാടെ മയ്യത്തിൻ്റെ ചാരത്തിങ്ങനെ കടന്ന് കരഞ്ഞ് 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 തളർന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ ഒരു സ്വപ്നം കാണുകയാണ്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നം കണ്ടു. നബിതങ്ങൾ ഇങ്ങനെ വന്നു. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ സ്വപ്നം കാണുകയാ. നബിതങ്ങൾ ഇങ്ങനെ വന്നു. എന്നിട്ട് ആ പിതാവിൻ്റെ മുഖത്തിങ്ങനെ തടകിയൊന്ന്, മരിച്ചു കിടക്കുന്ന പിതാവിൻ്റെ മുഖത്തൊന്ന് തടകിയപ്പോൾ ഉപ്പയുടെ മുഖത്തുണ്ടായിരുന്ന ആ കറുപ്പ് മാറിയിട്ട് വല്ലാത്ത വെളിച്ചമായി. അപ്പം ഈ മോൻ ചോദിക്കുന്നുണ്ട്, നബിയെ, എന്താ എൻ്റെ ഉപ്പാൻ്റെ മുഖം കറുക്കാനുള്ള കാരണം എന്താ? എൻ്റെ ഉപ്പയുടെ മുഖം കറുത്തു പോകാനുള്ള കാരണം എന്താ? അപ്പം നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, വാപ്പ വല്ലാത്ത പാപം ചെയ്യുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എത്ര തെറ്റ് ചെയ്താലും വാപ്പ എൻ്റെ പേരിൽ സ്വലാത്ത് പറയുമായിരുന്നു, എൻ്റെ പേരിൽ സ്വലാത്ത് പറയുമായിരുന്നു. വല്ലാതെ ഇഷ്ടമായിരുന്ന സ്വലാത്തിനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മകൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. വാപ്പയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രകാശിക്കുന്ന മുഖത്തോടെ കിടക്കുകയാ. സ്വലാത്ത് അതാടോ. ഇടോ, നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയുമിടോ, നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയും. നമ്മൾ ആ നബിതങ്ങളെ ഇഷ്ടപ്പെട്ട, ഭർത്താവിനെ ഇഷ്ടപ്പെട്ട തിരിച്ചു സ്നേഹിക്കണമെന്നില്ല. തേച്ചിട്ട് പോകുന്നറിയില്ല ഇന്നത്തെ ഭർത്താക്കന്മാരുടെ അവസ്ഥ. നമ്മൾ ഭർത്താവിനെ എത്ര സ്നേഹിച്ചാലും ആ ചങ്ങാതി തിരിച്ച് സ്നേഹിക്കണമെന്നില്ല. ഭാര്യ എത്ര സ്നേഹിച്ചാലും ഓളും സ്നേഹിക്കണമെന്നില്ല. മക്കളെ എത്ര സ്നേഹിച്ചാലും മക്കൾ തിരിച്ച് സ്നേഹിക്കണമെന്നില്ല. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ നൽകുമാറാകട്ടെ. ഇതുള്ളല്ലേ പറഞ്ഞേ, പെങ്ങളെ, നിങ്ങൾ എത്രത്തോളം ഭർത്താവിനെ സ്നേഹിച്ചാലും, ഒരു ഉദാഹരണം, നീ മരിച്ചുപോയി എന്ന് കരുതുക. അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് തരുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസ്സ് തരുമാറാകട്ടെ. നിന്റെ ഇക്കാക്ക് നീ എന്ന് പറഞ്ഞ ജീവനാന്നല്ലേ പറയണേ. നിന്റെ ഭർത്താവെന്നല്ലേ വിളിക്കുക? എന്താ വിളിക്കുക? പെണ്ണുങ്ങൾ എന്താ ഇപ്പോൾ ഭർത്താക്കന്മാരെ വിളിക്കുക? എന്താ ഇപ്പോൾ ഇവിടെ വിളിക്കാന്നാ വിളിക്കുക? ആ, ചീത്ത വിളിക്കാതിരുന്നാൽ മതിയായിരുന്നല്ലേ. എടാ വാടാ പോടാന്നാ വിളിക്കുന്നത് ഇപ്പം എല്ലാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് എടാ വാടാ പോടാന്ന്. ഭർത്താവിനെ ഭാര്യ എടാന്ന് വിളിക്കുന്നവർ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചിലത് പേര് വിളിക്കും ഇല്ലേ? അബൂബക്കറെ അല്ലേ? ഭർത്താവിൻ്റെ പേര് വിളിക്കുന്ന പെണ്ണുങ്ങളുമുണ്ട്. ആ, ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയുന്ന പോലെ അതങ്ങനെയൊക്കെ തന്നെയല്ലേ ആവത്തുള്ളൂ. പാപ്പാനെ എന്താ വിളിക്കണേ? താത്താമാരോട് ഞാൻ ചോദിക്കട്ടെ, നിൻ്റെ ഉമ്മായെ നീ എന്താ വിളിക്കണേ? ആമിന ഉമ്മാന്നോ അത് ആയിഷ ഉമ്മാന്നോ? നീ ഉമ്മാന്ന് വിളിയില്ലെങ്കിൽ ആമിനാന്ന് വിളി അല്ലേ പറയുക. ഇപ്പം എൻ്റെ പേര് സിറാജ്, എൻ്റെ മോൻ സിറാജ് വാപ്പാന്ന്. എടാ ഒന്നീ വാപ്പാന്ന് വിളിയല്ലേ സിറാജ് എന്ന് വിളി. ഭർത്താവിനൊരു സ്ഥാനമുണ്ട്, കൊടുക്കണം കേട്ടോ. ഭർത്താവിൻ്റെ സ്ഥാനം വല്ലാത്തതാണ്. അള്ളാഹു നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എല്ലാത്തിനും അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഉണ്ട് അത് പറഞ്ഞപ്പോൾ ആമീൻ്റെ ശക്തി ഉണ്ടോ? വല്ലാത്ത സ്നേഹമാണെന്നല്ലേ പറയണേ. നീ മരിച്ചു, 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 11 കഴിഞ്ഞു, 10-20 ദിവസം കഴിഞ്ഞു. അപ്പോഴാ നിൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, എടാ പോയതൊക്കെ പോയടാ, അള്ളാടെ തീരുമാനം, എന്ത് ചെയ്യാനാ, ഓള് മരിച്ചുപോയി, സ്വർഗം കൊടുക്കട്ടെ അള്ളാഹ്. മക്കളൊക്കെ ഇല്ലേ? ഒരു പെണ്ണുണ്ട്, നമുക്ക് ആലോചിച്ചാലോ. നീ മരിച്ചിട്ടൊരു 10, 20, 25, 30 ദിവസമായപ്പോൾ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ ചോദിക്കുക, ഒരു പെണ്ണുണ്ട് നോക്കട്ടെ. എന്തായിരിക്കും നിൻ്റെ ഇക്കാടെ മറുപടി? എന്നാലോചിക്കേ. ഭർത്താവ് പറയുന്ന മറുപടി, 40 കഴിയട്ടെ അളിയ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും വിചാരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 40 കഴിയാതെ കിട്ടിയ നാട്ടുകാരെന്തെങ്കിലും പറയത്തില്ലേ? അതൊന്ന് വെയിറ്റ് ചെയ്യാനാ പറയുക. ഇതാ ഇന്നത്തെ സ്നേഹം. ഇനി ഭാര്യ, എൻ്റെ പൊന്നാര ചങ്ങായിമാരെ, നിങ്ങളുടെ ഭാര്യ നിങ്ങൾ മരിച്ചെന്ന് കരുത്, 4 മാസവും 10 ദിവസവും ഇരിക്കണം. ആരാപ്പ ഇന്ന് ഇരിക്കണേ? ഇന്ന് ഏത് പെണ്ണുങ്ങളാണ് ഇരിക്കുക? അതൊക്കെ വല്ല CC അടഞ്ഞു തീരാറായ പ്രായമുള്ള ഉമ്മമാർ വല്ല ഇരുന്നായിരുന്നു. ഏറ്റവും അധികം പേര് എങ്ങനെയെങ്കിലും 40 തികയ്ക്കും, അത് കഴിഞ്ഞാൽ പുറത്ത് ചാടും. ഇതാ ഇന്നത്തെ അവസ്ഥ. ഇനി നമ്മൾ സ്നേഹിക്കുന്നത് അള്ളാഹു